വൈകുന്നേരത്തെ നല്ല ചൂട് ചായക്കൊപ്പം സേമിയയും പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരുപാട് മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ വൈകിട്ട് കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു ചൂട് ചായയുടെയും സോസിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി വേവിച്ച് ശരിക്കും ഒന്നുകൂടി ഉടച്ചും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 കപ്പ് സേമിയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഒരു മീഡിയത്തിൽ മാത്രം വെച്ച് തന്നാൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടായി വന്നിട്ടുണ്ട് സേമിയ. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് വെള്ളം ഓട്ടോ ചേർക്കുന്നത്. സേമിയ എടുത്തതിന്റെ ഇരട്ടി വേണം വെള്ളം ചേർക്കാനായിട്ട്. 1/2 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ശരിക്കും ഒന്നുകൂടി തിളച്ച് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇങ്ങനെ സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നുകൂടി വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു സേമിയ എടുത്ത് ഒന്ന് നോക്കുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിലും അറിയാൻ പറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ശരിക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ സേമിയ വേവിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-12 കാഷ്നട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്താട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാഷ്നട്ടിന്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന് 1 കപ്പ് നിറച്ചതാണ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്ത് പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരെ ആ നെയ്യിൽ കിടന്നുകൊണ്ട് ശരിക്കും ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കേണ്ട, മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം. അതൊന്ന് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്നാക്സിന് വേണ്ട സേമിയയുടെയും തേങ്ങയുടെയും അതേപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് ശരിക്കും ഉടച്ചും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 3 മിക്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കലാണ് ചെയ്യുന്നത്. സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ ശരിക്കും ഒന്നുകൂടെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മതി. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ മിക്സ് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തേങ്ങയും സേമിയും ഒക്കെ ആയിട്ട് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം മധുരം ഒന്ന് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പാകമായിരുന്നു. നമ്മുടെ പഴത്തിനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പഴുത്ത പഴമല്ലേ, നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സേമിയയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് റെഡിയാക്കി ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിന്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത 2 പഴം ആവിയിൽ വെച്ച് ശരിക്കും ഒന്നുകൂടി വേവിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഉടച്ചും കൂടി എടുത്തിരിക്കുന്ന കേട്ടോ. ഇനി ഇത് 3ഉം കൈവച്ച് ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തതുകൊണ്ട് ചെറുതായിട്ട് ഒന്നും കൂടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 ബ്രെഡ് മിക്സിയുടെ ഉണങ്ങിയ ജാറിൽ ശരിക്കും ഒന്നുകൂടി പൊടിച്ചെടുത്ത് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആട്ടോ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങോട്ട് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ സ്നാക്സിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു മുറുക്കവും കിട്ടും. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം കയ്യിലെടുത്ത് ഒന്ന് നോക്കിയപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതുപോലെ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കിയിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഈ സ്നാക്സ് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കിയിട്ടാട്ടോ എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു വലിപ്പത്തിലുള്ള കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി നമ്മുടെ ബാക്കി എല്ലാ മിക്സും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ നമ്മുടെ മിക്സ് മുഴുവൻ കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള ഒരു 11 കട്ട്ലേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത്.
കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 11 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 1/2 കപ്പ് സേമിയതും അതേപോലെ തന്നെ നന്നായിട്ട് പഴുത്ത 2 പഴത്തിന്നും കേട്ടോ ഇത്രയും കട്ട്ലേറ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ കോട്ടിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം മാത്രം നോക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് ലൂസ് കൂടുതലുമില്ല, എന്നാൽ നല്ല കട്ടിയല്ലാത്ത ഈ ഒരു പരുവത്തിലായിട്ടാണ് കിട്ടുന്നത്. നല്ല ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കോട്ടിങ് കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒന്ന് നോക്കി നോക്കി മാത്രം ഒഴിക്കുക. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റിന്റെ മിക്സും ഇതേപോലെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്ത് കൂടി എടുക്കാം കേട്ടോ. കണ്ടത്, ഇതുപോലെ എല്ലാ വശത്തും നന്നായിട്ട് ആവുന്ന രീതിയിൽ ബ്രെഡ് ക്രംസിലൊക്കെ നല്ലോണം തന്നെ ഒന്നും കൂടി കോട്ടാക്കി എടുക്കുക. അപ്പോൾ വേറെ എക്സ്ട്രാ മസാല ഒന്നും തന്നെ ചേർക്കാതെ നല്ല സ്വീറ്റ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കട്ട്ലേറ്റ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ബാക്കി എല്ലാ കട്ട്ലേറ്റും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തും കൂടി എടുക്കലാണ് ചെയ്യുന്നത്. കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 11 കട്ട്ലേറ്റും ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പൊട്ടും തന്നെ സമയമൊന്നും കളയണ്ട, നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈ ഫ്ലെയിമിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കരുത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്നാക്സ് റെഡിയാക്കി എടുക്കാനായി. ഒരു വശമൊക്കെ നന്നായിട്ട് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം തന്നെ ഒന്നുകൂടെ മുരിഞ്ഞ് കളറൊക്കെ മാറി റെഡിയായി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, 2 വശം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കോരിയെടുത്ത് മാറ്റി വെച്ച് അടുത്ത ബാച്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പുറം ഭാഗമാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് മുരിഞ്ഞ്, ഉള്ളിലാണെന്നുണ്ടെങ്കിലും സേമിയയുടെയും അതേപോലെ തന്നെ പഴത്തിൻ്റെയും ഒക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല ചൂട് ചായയുടെയും സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോൾ സോസ് ഒന്നും വേണമെന്നില്ല, വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടതാ, ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി സേഫായിട്ടിരിക്കും. ബൈ.